നമസ്കാരം. ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ മാറ്റങ്ങളുടെയൊക്കെ നടുവിൽ നമ്മുടെ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു നിർണായക ശക്തിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്തിലെ 4/1 ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഏഷ്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള എന്താണത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളുടെയും ജിയോ പൊളിറ്റിക്സിൻ്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ശരിക്കും കാണിച്ചു തരും. ഒന്ന് നോക്കൂ, $3.6 ട്രില്യൺ മുകളിൽ. അതാണ് ഈ കൂട്ടായ്മയിലെ രാജ്യങ്ങളുടെ എല്ലാം കൂടി ചേർന്നുള്ള GDP. ഇതൊരു ചെറിയ സംഖ്യയല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ചില സമ്പദ്വ്യവസ്ഥകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ളൊരു പവർ, അതാണ് ഈ കണക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ശക്തിയുടെ പേരാണ് ബിംസ്റ്റെക്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ ബിംസ്റ്റെക്കിനെ നമ്മളൊരു പാലമായിട്ടാണ് കാണാൻ പോകുന്നത്. എങ്ങനെയുള്ള പാലം? ദക്ഷിണേഷ്യയെയും തെക്ക് കിഴക്കൻ ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആശയങ്ങളുടെയും അവസരങ്ങളുടെയും ഒരു സ്ട്രാറ്റജിക് ബ്രിഡ്ജ്. അപ്പോൾ എന്താണ് ഈ പാലം? ഏതൊക്കെ തൂണുകളിലാണിതിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? വാ, നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. ബിംസ്റ്റെക്, അതിന്റെ മുഴുവൻ പേര് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ്. ആ പേരിൽ തന്നെയുണ്ട് എല്ലാം. ബംഗാൾ ഉൾക്കടലിനെ കേന്ദ്രീകരിച്ച് ടെക്നിക്കലും ഇക്കണോമിക്കലുമായി സഹകരിച്ച് മുന്നോട്ടു പോവുക. സിമ്പിളായി പറഞ്ഞാൽ ദക്ഷിണേഷ്യയെയും തെക്ക് കിഴക്കൻ ഏഷ്യയെയും ഒരുമിപ്പിക്കുക. അതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിംസ്റ്റെക്കിന്റെ ചരിത്രത്തിലേക്കും അതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നതിലേക്കൊന്ന് കടന്നുനോക്കാം. ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സംഘടനയുടെ വളർച്ച എത്ര പെട്ടെന്നായിരുന്നു എന്ന്. 1997 വെറും 4 സ്ഥാപക രാജ്യങ്ങളുമായി തുടങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മ വെറും 7 വർഷം കൊണ്ട് ഇന്നത്തെ 7 അംഗങ്ങളുള്ള ഒരു വലിയ സംഘമായി മാറി. ഓരോ പുതിയ അംഗം വരുമ്പോഴും ഈ സംഘടനയ്ക്ക് പുതിയൊരു ഊർജ്ജവും സാധ്യതകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ 7 പേർ? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, പിന്നെ തായ്ലൻഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാം ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമാണ് കിടക്കുന്നത്. ഇത് ഈ സംഘടനയ്ക്കൊരു പ്രത്യേക സ്ട്രാറ്റജിക് ട്രേഡ് പ്രാധാന്യം നൽകുന്നുണ്ട്. ഓക്കേ, അപ്പോൾ അംഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എന്തിനാണ് ഇവരൊക്കെ ഒരുമിച്ചത്? എന്തൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? നമുക്ക് നോക്കാം. പ്രധാനമായും അംഗരാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഇതിനായിട്ട് വ്യാപാരം, നിക്ഷേപം, പുതിയ ടെക്നോളജി കൈമാറ്റം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഊർജ്ജം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. പിന്നെ തീവ്രവാദം, ദുരന്ത നിവാരണം പോലെയുള്ള നമുക്കെല്ലാവർക്കും പൊതുവായ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടുക. ഇതെല്ലാമാണ് പ്രധാന ദൗത്യങ്ങൾ. ബിംസ്റ്റെക്കിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിലെ ഏറ്റവും വലിയ അംഗമായ ഇന്ത്യയുടെ കണ്ണിലൂടെ ഒന്ന് നോക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ സംഘടനയ്ക്ക് ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് ബിംസ്റ്റെക്കിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒന്ന്, തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കുക എന്ന ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഒരു പ്രധാന ഭാഗമാണിത്. 2, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അയൽരാജ്യങ്ങളുമായി കണക്ട് ചെയ്ത് അവിടെ സാമ്പത്തിക വളർച്ച കൊണ്ടുവരാനുള്ളൊരു വഴി. പിന്നെ ബംഗാൾ ഉൾക്കടലിലെ സമുദ്രസുരക്ഷ ഉറപ്പാക്കുന്നതിനും ബിംസ്റ്റെക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെയാണ് ബിംസ്റ്റെക്കിന്റെ ഏറ്റവും വലിയൊരു ജിയോപൊളിറ്റിക്കൽ പ്രാധാന്യം വരുന്നത്. നമുക്കറിയാം, ഇന്ത്യ-പാകിസ്ഥാൻ തർക്കങ്ങൾ കാരണം സാർക്ക് എന്ന നമ്മുടെ ദക്ഷിണേഷ്യൻ സംഘടനയുടെ പ്രവർത്തനം ഏറെക്കുറെ സ്തംഭിച്ച മട്ടിലാണ്. എന്നാൽ ബിംസ്റ്റെക്കിൽ പാകിസ്ഥാൻ അംഗമല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ തീരുമാനിക്കാനും പദ്ധതികൾ എളുപ്പത്തിൽ നടപ്പാക്കാനും സാധിക്കുന്നു. ഈ പാലം എന്ന് നമ്മൾ പറഞ്ഞത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇതിന് ജീവനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യ-മ്യാൻമാർ തായ്ലൻഡ് ത്രിരാഷ്ട്ര ഹൈവേ, പിന്നെ കൊൽക്കത്തയെ മ്യാൻമറിലെ സിറ്റ്വേ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന കലദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ്. ഇതൊക്കെ ഈ മേഖലയുടെ വാണിജ്യ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പദ്ധതികളാണ്. ഓക്കെ, നമ്മൾ ബിംസ്റ്റെക്കിന്റെ ചരിത്രവും അതിന്റെ പ്രാധാന്യവുമൊക്കെ കണ്ടു. ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണ് ഈ സംഘടന നേരിടുന്ന വെല്ലുവിളികൾ? എന്തൊക്കെയാണ് മുന്നോട്ടുള്ള സാധ്യതകൾ? ഏതൊരു വലിയ സംരംഭത്തെയും പോലെ തന്നെ ബിംസ്റ്റെക്കിനും മുന്നോട്ടുള്ള യാത്രയിൽ ചില നേട്ടങ്ങളും വെല്ലുവിളികളുമുണ്ട്. നേട്ടങ്ങളുടെ കാര്യം പറഞ്ഞാൽ, അടുത്തിടെ ഒരു ഔദ്യോഗിക ചാർട്ടർ അംഗീകരിച്ചത് സംഘടനയ്ക്ക് നിയമപരമായ ഒരു അടിത്തറ നൽകിയിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് നോക്കിയാൽ കണക്ടിവിറ്റി പ്രോജക്റ്റുകൾ പലതും വിചാരിച്ച വേഗതയിൽ പോകുന്നില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ്. പ്രത്യേകിച്ച് മ്യാൻമറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അസ്ഥിരത പല പദ്ധതികളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ച് വ്യാപാരം, കണക്ടിവിറ്റി, സുരക്ഷ, നയതന്ത്രം
ഈ മേഖലകളിലെല്ലാം ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു യുണീക്ക് പ്ലാറ്റ്ഫോമാണ് ബിംസ്റ്റെക്. ഇത് ശരിക്കും ദക്ഷിണേഷ്യയെയും തെക്ക് കിഴക്കൻ ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു യഥാർത്ഥ പാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. ഏഷ്യയിലെ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പാലം ഈ മേഖലയുടെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആഗ്രഹങ്ങളുടെയൊക്കെ ഭാരം പൂർണ്ണമായി താങ്ങാൻ ഈ പാലത്തിന് സാധിക്കുമോ? അതിന്റെ ഉത്തരം വരും വർഷങ്ങളിൽ നമുക്ക് കണ്ടറിയാം.